നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഇതിനോടകം തന്നെ നമുക്കറിയാം, യുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങളും ഡ്രോൺ സംവിധാനങ്ങളും അല്ലെങ്കിൽ അവരുടെ പല കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന പല സാധനങ്ങളും ഇതിനോടകം നഷ്ടമായിരിക്കുന്നു. കോടിക്കണക്കിന് ഡോളറാണ് അവർക്കിപ്പോൾ വലിയൊരു നഷ്ടം, സാമ്പത്തികമായിട്ടൊരു നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ തന്നെ ഇറാൻ അടിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു തരത്തിലും തങ്ങൾ ഒതുങ്ങിക്കൂടി പോകില്ല, അല്ലെങ്കിൽ ആയുധം താഴെ വെക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് സ്വയം, അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും അമ്മമാരെന്ന് ഞങ്ങൾ പറയുന്ന അമേരിക്കയെ പോലും ഇപ്പോൾ അടിമുടി വിറപ്പിച്ചിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ വരാൻ പോകുന്ന, അല്ലെങ്കിൽ പല രാജ്യങ്ങളും ബുദ്ധിമുട്ടും, ഹോർമുസിലൂടെയുള്ള വ്യാപാരം മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ അതിലുപരി അമേരിക്കയും സാമ്പത്തികമായിട്ട് ഇത് വലിയ ഒരു ദാരിദ്ര്യത്തിലേക്ക് അത് കൂപ്പുകുത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഒരു സംശയമില്ല. അത് യുദ്ധം മാത്രമല്ല, പട്ടിണിയും അതുപോലെ പാൻഡമിക്കും ലോകത്തിൻ്റെ മുകളിൽ കാർമേഘങ്ങൾ പോലെ ഇങ്ങനെ വലിയ കൂരിരുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അടുത്തത് എന്ത് എന്നറിയാൻ വയ്യാത്ത വളരെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച രാഷ്ട്രത്തലവന്മാരാരും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതും വലിയൊരു യാഥാർത്ഥ്യമാണ്. നാളെ സംഭവിക്കാൻ പോകുന്നത് പട്ടിണിയും മരണങ്ങളും, പ്രത്യേകിച്ചും പാവപ്പെട്ട രാജ്യങ്ങൾക്കും പാവപ്പെട്ട ആളുകൾക്കും വലിയ ദുരന്തങ്ങളാണ് നേരിടാൻ പോകുന്നത് എന്നിപ്പോൾ തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർക്കെങ്കിലും അവർ പറയുന്നുമുണ്ട്. അതിരിക്കുമ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ ഒരു ദൂതൻ, അത് അവരുടെ സെക്യൂരിറ്റി മിനിസ്റ്ററായിട്ടുള്ള, ഇൻറ്റേർണൽ അഫയേഴ്സിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള, ഇൻറ്റീരിയർ മിനിസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്, മെഹ്സൻ നഖ്വി എന്ന് പറയുന്ന ആൾ അമേരിക്ക നൽകിയ ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങളുമായിട്ട് ആ ഡോക്യുമെൻറ്റുമായിട്ട് ഇറാനിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇറാൻ പറയുന്നു, ശരി, ഞങ്ങളത് വായിച്ചു നോക്കാം, പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം. അതായത് അവരുടെ മസൂദ് പെസസ്കിയാൻ എന്ന് പറയുന്ന അവരുടെ പ്രസിഡൻ്റാണ് പറയുന്നത്, ഓൾ പാത്സ് ടു എ ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ റിമെയിൻസ് ഓപ്പൺ ഫ്രം അവർ സൈഡ്. ഞങ്ങൾ റെഡിയാണ് നയതന്ത്രപരമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിൽ എത്താൻ. ബട്ട് ഫോഴ്സിങ് ഇറാൻ ടു സറണ്ടർ ത്രൂ കൊയേർഷൻ ഈസ് നത്തിങ് ബട്ട് ആൻ ഇല്യൂഷൻ. ഞങ്ങളെ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടും ഞങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും ഒരു ഒത്തുതീർപ്പിലേക്ക് പോകാമെന്നുള്ള വ്യാമോഹം അത് പാകിസ്ഥാൻ്റേതായാലും അമേരിക്കയുടേതായാലും നടക്കാൻ പോകുന്നില്ല. നേരത്തെ കൃഷ്ണന്തു സൂചിപ്പിച്ചതുപോലെ അബ്ബാസ് അരാക്ചി എന്ന് പറയുന്ന അവരുടെ വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി, വി ആർ ദി ഫസ്റ്റ് കൺട്രി ടു ഡൗൺ ആൻ F-35 പ്ലെയിൻ ഓഫ് അമേരിക്ക. അമേരിക്കയുടെ അദൃശ്യം എന്ന് കരുതുന്ന, ആർക്കും തകർക്കാൻ പറ്റാത്ത, ഇൻവിൻസിബിൾ, അജയ്യം എന്ന് കരുതാവുന്ന F-35 വിമാനം നിലത്തിട്ട രാജ്യമാണ് ഞങ്ങളുടേത്. എന്നു മാത്രമല്ല, അവർ പറയുന്ന മറ്റൊരു കാര്യം, ഞങ്ങളുടെ കയ്യിൽ ഇനിയും ധാരാളം ആയുധങ്ങൾ ഇതുപോലെയുണ്ട്. ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്തതും പുറത്തെടുത്തിട്ടില്ലാത്തതുമായ ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ കൊണ്ട് ഇനി യുദ്ധത്തിന് ഞങ്ങളോട് വന്നാൽ അതേത് രാജ്യമായാലും ഗൾഫിൽ മാത്രമായിരിക്കില്ല ഞങ്ങൾ അപ്പുറേക്ക്, വി വിൽ ഗോ ബിയോണ്ട് ഗൾഫ്. അപ്പോൾ എസ്കലേഷന് വി ആർ റെഡി ടു ഫേസ് ആൻ എസ്കലേഷൻ. യുദ്ധം വ്യാപിക്കുന്നത് നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്, തൻ്റെ ഇടമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലെ GCC രാജ്യങ്ങളോട് മാത്രം, അല്ലെങ്കിൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അത് വ്യാപിപ്പിക്കും. വലിയൊരു ലോക മഹായുദ്ധമാണ് ഇറാന്റെ മനസ്സിൽ. നേരത്തെ തന്നെ വ്യാപിച്ചിരുന്നു, ഒരു ഭാഗികമായിട്ട്, പാർഷ്യലായിട്ട്. അതായത് ഡീഗോ ഗാർഷ്യയിൽ അവരുടെ മിസൈൽ വന്ന് പതിച്ചു. അതാണ് ഉദ്ദേശിക്കുന്നത്. അമേരിക്കയുടെ സൈനിക താവളം എവിടെയുണ്ടോ അവിടെയെല്ലാം ഞങ്ങളുടെ മിസൈലുകൾ എത്തുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അത് അവർക്ക് ബാലിസ്റ്റിക് മിസൈൽസ് ധാരാളമുണ്ട്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ഉണ്ടെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഇപ്പം ഇൻ്റർ കോണ്ടിനെൻ്റൽ ICBM ബാലിസ്റ്റിക് മിസൈൽസ് അവർ ചൈന കൊടുത്തത് അവരുടെ കസ്റ്റഡിയിലുണ്ട്. ഇതിനിടയ്ക്ക് ഒരു ചിത്രം വന്നു, ടെഹ്റാനിൽ നിന്നുള്ളൊരു ചിത്രം.
ടെഹ്റാനിലെ ആ മിസൈലുകളുടെ ഡിസ്പ്ലേ കാണിച്ചു വെച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ആ പോസ്റ്ററിലും ഫ്ലെക്സിലും എല്ലാം ധാരാളമായിട്ട് വന്നിരിക്കുന്നത്. മിസൈൽ കൊണ്ട് അങ്ങ് ആഘോഷിക്കുകയാണ്. അതിന് ഒരവസരം കാത്തിരിക്കുകയാണ് അവർ. ഞങ്ങൾ പരീക്ഷിക്കാത്തത് ഇന്ത്യ അതുപോലെയായിരുന്നു. ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ അതുവരെ പരീക്ഷിക്കാത്ത S-400 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം പരീക്ഷിച്ചു. അത് 100% വിജയമായിരുന്നു. അതുപോലെ കാണും വിജയിക്കുകയാണെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരും ഇസ്രയേലിനും അമേരിക്കയ്ക്കും. അമേരിക്ക ആൾറെഡി രണ്ടാമതൊന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ടുണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ മാസത്തെ ഒരു സാവകാശം വീണ്ടും കൊടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി തുടരാൻ 1 മാസം കൂടി അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വാഷിങ്ടണിൽ നിന്നുള്ള. ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ അവർ പറഞ്ഞു 1 മാസം കൂടി ഈ എണ്ണ വ്യാപാരം തുടരാം. അത്യാവശ്യം, അതായത് ഒക്ടോബർ വരെ നമുക്ക് കപ്പലുകൾക്ക് ഇന്ത്യയിൽ എത്താൻ സാവകാശം എന്ന് പറഞ്ഞാൽ 1 മാസത്തിനകം തീർത്തെങ്കിലേ കപ്പലുകൾ ഇങ്ങനെ ഇന്ത്യയിൽ എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 1 മാസം എന്ന് പറഞ്ഞത്. അതുവരെ വാങ്ങിക്കാം. നമുക്കൊരു കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ആശ്വാസത്തിലേക്ക് പോകാൻ വരട്ടെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു അവിടെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തകർക്കണം, ഇറാനെ തകർക്കണം, അവരെ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയും നമ്മൾ അവരുമായിട്ട് പോകരുത്, അവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപുമായിട്ട് അദ്ദേഹം വഴക്കടിച്ചു. ഹിസ് ഹെയർ വാസ് ഓൺ ഫയർ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട്. ഹിസ് ഹെയർ വാസ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ കടുത്ത ദേഷ്യമാണ് ട്രംപിനോട് തോന്നിയത്. അവർ തമ്മിൽ അടിയായി കഴിഞ്ഞിരിക്കുക. അതിനിടയ്ക്കാണ് ട്രംപ് പറഞ്ഞൊരു തമാശ. ഇടയ്ക്കിടയ്ക്ക് ഇയാൾ അനാവസരത്തിലും തമാശ പറയും. പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൽ ഇപ്പോൾ ഞാൻ അടുത്ത പ്രസിഡൻ്റായിട്ട് വരാൻ സാധ്യതയുണ്ട്, കാരണം ഞാനിപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന 99% ജനങ്ങളും തന്നെ പിന്തുണയ്ക്കും. അതേസമയം അമേരിക്കയുടെ കാര്യങ്ങൾ പറയും. അമേരിക്കയിൽ ഇപ്പോൾ 1% പോലും, ബാക്കിയുള്ള 1%ആണല്ലോ, 1% പേര് പോലും അയാളെ പിന്തുണയ്ക്കാൻ തയ്യാറല്ല. കാരണം അയാളുടെ നയങ്ങൾ അത്രമാത്രം മോശമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. -17 അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി. ഇപ്പോൾ നെഗറ്റീവാണ് പോപ്പുലാരിറ്റി. നമ്മുടെ പിണറായി വിജയനെ പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം. അമേരിക്കക്കാർക്ക് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ അവിടെ ശക്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നു. രണ്ടുപേരും തമ്മിലൊരു അടിയായിരിക്കുന്നു. ഇറാൻ അതേസമയം അതിശക്തമായിട്ട് ഇത് നേരിടാനുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ പ്രതിനിധിയുമായിട്ട് അവർ മര്യാദയ്ക്ക് അത് വാങ്ങിച്ചു വെച്ചു, അവർ ചർച്ച ചെയ്യും, നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്, UAE-യിൽ ഇതുവരെ അവർ ജനവാസ മേഖലയിലേക്ക് ഡ്രോണുകൾ അയച്ചിട്ടില്ല. UAE-യുടെ മേഖലയിൽ, ജനവാസ മേഖലയിൽ അവർ 6 ഡ്രോൺ കഴിഞ്ഞ ദിവസം അവിടെ അയച്ചു. അതിനെയെല്ലാം അവർ ഇൻ്റർസെപ്റ്റ് ചെയ്തു എന്നാണ് UAE അവകാശപ്പെടുന്നത്. ആർക്കും ഒരു പരിക്കും ഉണ്ടായില്ല എന്ന് അവർ അവകാശപ്പെടുമ്പോൾ തന്നെ 1 ചെന്ന് പതിച്ചത് അവരുടെ ബറാക്ക ആണവോർജ നിലയത്തിലേക്കാണ് ചെന്ന് പതിച്ചത്. എന്ന് പറയുമ്പോൾ യുദ്ധം കലുഷിതമാകാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അമേരിക്കയ്ക്ക് അങ്ങനെ നാണക്കെട്ട് പോകാനും കഴിയില്ല. അതുകൊണ്ട് 1 മാസം കഴിഞ്ഞാൽ വീണ്ടും ഒരു അറ്റാക്കിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അമേരിക്ക കൊടുത്ത നിർദ്ദേശങ്ങളിൽ ഇറാൻ കീഴടങ്ങണം, യുറാനിയം സമ്പുഷ്ടീകരിക്കരുത്, കാരണം ഭാവിയിൽ ഇവരിൽ നിന്ന് ഇസ്രായേലിന് നാശമുണ്ടാകരുതെന്നുള്ളതാണ്. അത് സമ്മതിക്കാൻ ഇവർ തയ്യാറല്ല. കീഴടങ്ങലിന് ഞങ്ങളെ പ്രേരിപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ് ആദ്യമേ തന്നെ പറഞ്ഞതാണ്. ഫാൻസി ഓഫ് ഇറാൻ ടു സറണ്ടർ ത്രൂ കോയേഷൻ ഈസ് നത്തിങ് ബട്ട് ആൻ ഇല്യൂഷൻ എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസൻസ്കിയാൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞാൽ, ഞങ്ങളെ ഇങ്ങനെ സമ്മർദ്ദത്തിലൂടെ കീഴടക്കാൻ ലോകത്തിൽ ഒരു രാജ്യത്തിനും സാധ്യമല്ല, ഞങ്ങളുടെ അഭിമാനം വേണ്ട എന്ന് വെക്കുകയില്ലെന്ന് ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുക. ഇതിനിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റാണിപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ തീർന്നാലും ലോകത്തിന് അടുത്ത 3 മാസത്തേക്ക് വലിയ ദുരന്തമായിരിക്കും. ഇപ്പോഴും തീരുന്നില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇതിനെക്കുറിച്ചുള്ള രാഷ്ട്ര നേതാക്കന്മാരുടെ ചർച്ചകളും ഐക്യരാഷ്ട്രസഭയുടെ ചർച്ചകളും അതിൻ്റെ ദുരന്തത്തെക്കുറിച്ച് ആരും ഇപ്പം ചിന്തിക്കുന്നില്ല. ഇതിരും നാളെ തീരും യുദ്ധമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിട്ടുള്ള യെറ്റെ കൂപ്പർ എന്ന് പറയുന്ന ആള് ദ വേൾഡ് ഈസ് സ്ലീപ്പ് വാക്കിംഗ് ഇൻ ടു എ ക്രൈസിസ്, ലോകം ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവരിതിനെക്കുറിച്ചൊക്കെ ശരിയായിട്ട് സ്റ്റഡി ചെയ്ത് പറയുന്നതാണ്. പുവർ കൺട്രീസ്
വിൽ ഹാവ് ടു പേ ഹയർ പ്രൈസസ്. സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിക്കാൻ പോവുകയാണ്. എന്ന് മാത്രമേ ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളെ അഫക്റ്റ് ചെയ്യും. നമുക്കിപ്പോൾ പാചകവാതകം കിട്ടുന്നില്ലെന്ന പരാതി. പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. പക്ഷെ നാളെ വരാൻ പോകുന്നത് പാചകം ചെയ്യാൻ പാത്രത്തിലിടാൻ ഒരു സാധനവും ഉണ്ടാവില്ല. എന്താണെന്ന് മനസ്സിലായോ? കാരണം ഈ സ്റ്റെയിൽമേറ്റ് മൂലം പെട്രോളിയം പ്രോഡക്റ്റുകളായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ, അതായത് വളങ്ങൾ, കൃത്രിമ വളങ്ങൾ, ആ വളങ്ങളും ഇല്ലാതാവുകയാണ്, കിട്ടാതാവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളിൽ, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഈ രാജ്യങ്ങളിലെല്ലാം കൃഷി വിത്തിറക്കുന്ന സമയമാണ്, കൃഷി ചെയ്യുന്ന സമയമാണ്. ആ സമയത്താണ് വളത്തിൻ്റെ ഏറ്റവും കൂടിയ ആവശ്യം. വളം കിട്ടിയില്ലെങ്കിൽ കൃഷി ഉണ്ടാവില്ല, കൃഷി നശിച്ചു പോകും. വളത്തിലാണ് പിടിച്ചു നിൽക്കുന്ന ഉൽപ്പാദനക്ഷമത കൂടുന്നത്. ആ ഉൽപ്പാദനക്ഷമത കൂടി വിളവെടുപ്പ് നല്ലപോലെ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൃഷിയുടെ വിളകൾ നമുക്ക് കൊയ്യാനോ എടുക്കാനോ പറ്റാതെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനങ്ങൾ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പോൾ എഡിബിൾ ഓയിൽ വരെ, അതും കൃഷിയിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഭക്ഷ്യ എണ്ണകൾ, ഇപ്പോൾ എള്ളെണ്ണയാണെങ്കിൽ എള്ളിൽ നിന്ന്, പിന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ നമുക്കറിയാം തെങ്ങിൽ നിന്ന്. ഇതിനൊക്കെ വളമിടണ്ടേ? വളമിട്ടില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പോക്കുക. മഴയുള്ളപ്പോൾ വളമിടണം. ആ വളം നടക്കാതെ വരും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കാരണം, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കിട്ടാത്തത് കാരണം. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പിന്നെ പട്ടിണിയാണ് ഉണ്ടാവുന്നത്. സപ്ലൈ ചെയിൻ ബ്രേക്ക് ആവുകയാണ്. ലോകം പട്ടിണിയിലേക്ക് കൂപ്പുകുത്തും. പണക്കാർക്ക് കുഴപ്പമില്ല, അവർക്ക് പണം ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് വാങ്ങിക്കാം. പാവങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. അതിൻ്റെ കൂടെയാണ് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള കോങ്കോ അതുപോലുള്ള രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുന്ന എബോള വൈറസ്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ WHO ചെയർമാൻ ആയിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ തന്നെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് ലോകത്തിലേക്ക് കടന്നു വരാൻ, ആഫ്രിക്ക കടന്ന് ലോകത്തിലേക്ക് വരാൻ അധികം സമയം വേണ്ട. എന്താ കാര്യം? ആഫ്രിക്കയിൽ നിന്ന് ധാരാളം ആളുകൾ ഗൾഫിലേക്ക് വരുന്നുണ്ട്. ഗൾഫിൽ ധാരാളം ആളുകൾ ഇന്ത്യക്കാരായിട്ടുണ്ട്. ഇന്ത്യയിലേക്കും അത് പകരാം എന്നുള്ള കോവിഡ് വന്ന പാൻഡമിക് പോലൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കോവിഡ് ആണെങ്കിൽ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് പൊതുവെ കുറവായിരുന്നു. അപ്പോൾ അത് വന്നാൽ മരിക്കുന്നവരുടെ എണ്ണം കുറവാണ്. കാരണം കേരളത്തിൽ കോവിഡ് ബാധിക്കാത്തവരാരുമില്ല, പക്ഷേ ജനസംഖ്യ അതുപോലെ നിലനിൽക്കുന്നു. മറ്റേതങ്ങനല്ല, മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വന്നാൽ 80% പേര് മരിക്കും. അതാണ്, മരണം വളരെ കൂടുതലാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഇതിനാണെങ്കിൽ ഫലപ്രദവും അംഗീകൃതവുമായിട്ടൊരു വാക്സിനുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകെ കാർമേഘ പടലങ്ങളാണ് അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഈ കാർമേഘത്തിനകത്ത് ചില രചിതരേഖകളുണ്ടെന്ന് പറഞ്ഞത്, ഒന്ന് ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും പാകിസ്ഥാൻ്റെയും പിന്തുണയോടുകൂടി ഇസ്രായേലിനല്ല അമേരിക്കയുടെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ, വ്യവസ്ഥകൾ അവിടെ ഇറാനിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അവരത് തള്ളിക്കളഞ്ഞില്ല, ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ കാര്യം അപ്പോഴും പറഞ്ഞു, സമ്മർദ്ദം ഉപയോഗിച്ച് ഞങ്ങളെ കീഴടക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല. അമേരിക്ക പ്രതീക്ഷിക്കാത്തത്ര ആഘാതങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അവർ കീഴടങ്ങാൻ തയ്യാറല്ലാത്തടത്തോളം അമേരിക്കയ്ക്ക് അവരെ കീഴടക്കാതെ തിരിച്ചു പോവുക എന്ന് പറയുന്നത് അവരുടെയും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഇത് വല്ലാത്ത ഒരു എൻറ്റാങ്കിൾമെൻറ്റിലേക്ക് പോയിരിക്കുകയാണ്, വല്ലാത്ത ഒരു കുരുക്കിലേക്കും പോയിരിക്കുകയാണെന്നുള്ളതാണ് വാസ്തവം. ഇതിനിടയ്ക്ക് പുറത്തു വന്ന മറ്റൊരു കാര്യം, അമേരിക്കയും ഇസ്രായേലും കൂടെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു കാര്യം, അവിടെ നേരത്തെ വിദേശകാര്യമന്ത്രിയായിട്ടുണ്ടായിരുന്ന ഇറാനിലെ അഹമ്മദ് നെജാദി, അദ്ദേഹം ഇസ്രായേലിനെതിരെ ഒരു ആൻറ്റി ഇസ്രായേലിനെതിരെയുള്ള വലിയ പ്രസ്താവനകൾ നടത്തിയാണ്. ഈ അഹമ്മദ് നെജാദിയെ അവിടുത്തെ പ്രസിഡൻ്റായി വാഴിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും കൂടെ പ്ലാൻ ചെയ്തിരുന്നത്. അവിടെ ആഭ്യന്തരമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ റിജീമിനെ മാറ്റിയിട്ട് റീസ പഹലവിയെ അല്ല, മറിച്ച് അഹമ്മദ് നെജാദിയെ, അദ്ദേഹം ഇപ്പോൾ വീട്ടുതടങ്കലിലാണ്. കാരണം ഖമനേയിമാരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു തന്നതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി വെച്ചിരിക്കുക. എന്തു സംഭവിച്ചെന്നറിയാമോ? അവർ ടെഹ്റാൻ നഗരത്തിൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ ആ ബോംബുകൾ ചെന്ന് പതിച്ചത് ഈ അഹമ്മദ് നെജാദിയുടെ ദേഹത്ത് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ പരിക്കേറ്റ് കിടപ്പിലാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അടുത്ത പ്രസിഡൻ്റാക്കിക്കൊണ്ട് ജനങ്ങളുടെ സഹായത്തോടു കൂടി
അദ്ദേഹത്തിനെ അവിടുത്തെ പ്രസിഡൻ്റായി വാഴിക്കാനായിരുന്നു ശ്രമം. ഇതിപ്പോൾ ന്യൂയോർക്ക് ടൈംസ് മാത്രമേ എക്സ്ക്ലൂസീവായിട്ട് പുറത്തുവിട്ട ഒരു വാർത്തയാണ്, ഏറ്റവും ഒടുവിലത്തെ വാർത്ത. പക്ഷേ അത് പൊളിഞ്ഞു. കാരണം എന്താ? രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അഹമ്മദ് നിജാദിക്ക് പ്രസിഡന്റ് ആവാനുള്ള ആരോഗ്യമില്ലാത്ത തരത്തിൽ മാരകമായ പരിക്കേറ്റ് അവിടെ വീണുപോയി. അത് എങ്ങനെ പറ്റിയതാണെന്നറിയാമോ? അത് പ്രിസൈസായിട്ടാണ് ഇവർ ബോംബുകൾ ഇടാറുള്ളത് ഇസ്രായേൽ. പക്ഷേ ഇവിടെ പറ്റിയത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സിനെ ഉദ്ദേശിച്ചിട്ട ബോംബുകൾ ചെന്ന് വീണത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്താണ്. മൃതപ്രായനായിട്ട് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം, ഇവർ പറഞ്ഞു ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് അവിടുത്തെ പുതിയ ഖമനേയിക്ക്, മൊജാദ് ഖമനേയിക്ക്. ഇല്ല, ഒരു പരിക്കും പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഭാഗത്ത് ചെറിയൊരു പരിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഇർന എന്ന് പറയുന്ന ഇറാനിയൻ ന്യൂസ് ഏജൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ആ റിഷീം ചേഞ്ച് എന്ന് പറയുന്ന കാര്യം നടക്കുകയില്ല. യുദ്ധം ഒഴിവാക്കലിന് ഇസ്രായേൽ തയ്യാറുമല്ല. അമേരിക്ക പകുതി സമ്മതമാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ 3 മാസത്തെ യുദ്ധം കാരണം ലോകത്തിനുണ്ടായിട്ടുള്ള നഷ്ടമെന്ന് പറയുന്നത് നികത്താൻ ആവാത്തതുമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രജതരേഖ എന്ന് നമുക്ക് പറയാവുന്നത്, ഈ സ്തംഭനാവസ്ഥയിൽ UAE എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് അവരുടെ പ്രധാന ട്രാൻസിറ്റ് എന്ന് പറയുന്ന ഇത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അവരതിന് പകരം വേറൊരു പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ട് ഫുജേറ എന്ന് പറയുന്ന സ്ഥലം, അത് ദുബൈയിലാണുള്ളത്, ഒമാൻ കടൽ തീരമാണ് അതിന് സമീപമുള്ളത്. ആ കടൽ തീരം വഴി കപ്പലുകൾ, ഒമാൻ്റെ തന്നെ മറുവശം, ഹോർമൂസിൻ്റെ അല്ലാത്ത വശം, അവിടെയും ഒരു കടലുണ്ടല്ലോ, ആ കടൽ വഴി സാധനങ്ങൾ ഹോർമൂസിലേക്ക് പോകാതെ സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വളരെ ആശ്വാസമാണ്. അതാണ് വളരെ ബുദ്ധിപൂർവം കഴിഞ്ഞ ദിവസം 5 രാഷ്ട്ര സന്ദർശനങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം പോയത് UAE-യിലാണ്. ആ UAE-യിൽ നിന്ന് ഇപ്പോൾ 30,000 കോടി, ഓർക്കണം 30,000 അല്ല 30,000 കോടി ബാരൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ, അതുപോലെ തന്നെ LPG-യും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതല്ല, അത് സൗജന്യവും അല്ല. എന്താ പിന്നെ? ഇത് UAE ഇന്ത്യയിൽ സംഭരിച്ചു വയ്ക്കുകയാണ്. കാരണം അവർക്കറിയാം, യുദ്ധം വന്നാൽ ഇറാൻ ഒരു മിസൈൽ പായിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂക്ലിയർ വാർഹെഡ് പായിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ തീപിടിച്ച് കത്തിപ്പോവും, ചാരമാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവരിക. നമ്മൾ തമ്മിലുള്ള ധാരണ പ്രകാരം എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഇന്ത്യക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് വലിയൊരു രജതരേഖ, ഇന്ത്യ അങ്ങനെ രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ത്യ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളുടെ കാര്യം വളരെ കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ യുദ്ധം മുന്നിൽ കണ്ടുകൊണ്ട് ചർച്ചകൾ വഴിമുട്ട് നിൽക്കുകയുള്ളൂ എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യ വേണ്ട മുൻകരുതലുകൾ വാസ്തവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എടുത്തിരിക്കുകയാണ്. അതേസമയം ലോകത്തിൻ്റെ അവസ്ഥ എന്താകുമെന്നുള്ള ഒരു വലിയ ഒരു ക്രൈസിസ്, പ്രതിസന്ധി ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഷേക്സ്പിയറുടെ ഹാംലെറ്റ് രാജകുമാരൻ പറയുന്നത് പോലെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉള്ളത്. യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. സ്ഥിരതയില്ലാത്ത അഭിപ്രായങ്ങൾ, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അങ്ങനെ ലോകത്തെ തന്നെ അദ്ദേഹം അഭിപ്രായങ്ങൾ കൊണ്ട് അസ്ഥിരമാക്കിയിരിക്കുകയാണ്. ആ അസ്ഥിരതയാണ് ലോകത്തിൻ്റെ പ്രതിസന്ധിക്കും അതുപോലെയുള്ള വിലക്കയറ്റത്തിനും ഒക്കെ കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഏതായാലും അബ്ബാസ് അറാഗ്ചിയുടെ ഏറ്റവും ഒടുവിലത്തെ വന്നിട്ടുള്ള എക്സ് പോസ്റ്റ്, ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, പ്രകോപനമില്ലാത്ത ആക്രമണം നടത്താൻ ശ്രമിച്ചാൽ ഇതുവരെ കണ്ടതിലും അധികം ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരും. മാത്രമല്ല, മുൻകാല ഏറ്റുമുട്ടലുകളിൽ നിന്ന് ഇറാൻ നേടിയ അനുഭവങ്ങളും പഠനങ്ങളും പുതിയ യുദ്ധതന്ത്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ ശക്തി ലോകം ഇനിയും പൂർണ്ണമായും കണ്ടിട്ടില്ല. ഇറാന്റെ കൈവശം ഇനിയും നിരവധി സർപ്രൈസുകൾ ബാക്കിയുണ്ട്. ഇതാണ് അദ്ദേഹം അവസാനമായിട്ട് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇനിയും ഇറാന്റെ കൈവശം ഇനിയും നിരവധി സർപ്രൈസുകൾ ബാക്കിയുണ്ട്. ലോകത്തിന് അറിയത്തില്ല, ഒരു നിഗൂഢ രാഷ്ട്രമാണ് അവര്. അത് തന്നെ അതിന്റെ ഇംഗ്ലീഷും കൂടെ ഞാൻ വായിച്ചു നിർത്താം നമുക്ക്. All paths to a diplomatic solution remains open from our side. Forcing Iran to surrender through coercion is nothing but an illusion എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കൃഷ്ണൻ മലയാളത്തിൽ പറഞ്ഞത്. ഏതായാലും മിഡിൽ ഈസ്റ്റിലെ പുതിയ സംഘർഷ സാധ്യതകളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ്
ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. മാത്രമല്ല സാർ പറഞ്ഞതുപോലെ വലിയൊരു സാമ്പത്തികമായിട്ടുള്ള തകർച്ചയിലേക്കും പട്ടിണിയും ദാരിദ്ര്യവും മാത്രമല്ല പലതരത്തിലുള്ള രോഗവ്യാപനം ഒക്കെ നമ്മുടെ ലോകത്ത് തന്നെ അത് വളരെ വേഗത്തിൽ അത് പടർന്നു പിടിക്കുകയും ചെയ്യും. അങ്ങനെ ലോകം വലിയൊരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നങ്ങളാണ് ഇനി നേരിടാൻ പോകേണ്ടി വരുന്നത്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു അവസ്ഥ തുടർന്ന് പോവുകയാണെങ്കിൽ പലതരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ നമുക്കിനി ഫേസ് ചെയ്യേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത്. ഒരു കാര്യം കൂടെ പറയാം, ഒരേ രജതരേഖയും കൂടെ ഉണ്ട്, ഒരു സിൽവർ ലൈനും കൂടി ഈ കാർമേഘപാളികൾക്കിടയിൽ. അതായത് ബ്രിക്സ് ഉച്ചകോടിക്കായിട്ട് പുത്തിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്, ഷീ ജിൻപിങ്ങും വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്, ഉടൻ തന്നെ അടക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ നരേന്ദ്രമോദിയുണ്ട്, അവർ മൂന്നും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും. അമേരിക്കയ്ക്ക് ഒന്ന് ഭയക്കേണ്ടതായിട്ടും വരും. അമേരിക്ക എന്ന് ഇറാനും ഒന്നും ആയില്ല, അത് വൻ പരാജയമായിരുന്നു. അതുപോലെ പുട്ടിൻ പോയതും ഇപ്പൊ പുട്ടിൻ അവിടെ ഉണ്ട്, പുട്ടിൻ പോയിട്ടും വലിയ ചർച്ചകളിൽ വലിയ വിജയം ഉണ്ടായില്ലെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല, നമുക്ക് നോക്കാം. കാരണം ഈ ലോക ഏറ്റവും വലിയ നേതാക്കളുടെ ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, അവർ പല രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ വരാൻ പോകുന്ന എന്തോ ഒരു വലിയ സംഭവത്തിന്റെ ഒരു മുൻകരുതൽ നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ലോകം പേടിക്കുന്നില്ല. നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയിൽ എത്തി. ഇന്നിപ്പോൾ ക്യാബിനറ്റ് മന്ത്രിമാരുടെ ഒക്കെ തന്നെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ PMOന്റെ ഓഫീസിൽ അദ്ദേഹം ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് അവിടെ എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന ഈ ഒരു കാര്യത്തിൽ ഒരു മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചായിരിക്കുമോ. അതുപോലെ മാർക്കോ റൂബിയോയും വരുന്നുണ്ട്, അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോയും ഉടൻ തന്നെ. അത് ക്വാഡ് രാജ്യങ്ങളുടെ സമ്മേളനം. അപ്പൊ ക്വാഡും ബ്രിക്സും ഉടനെ ഇപ്പൊ ഇന്ത്യയിൽ നടക്കുകയാണ്. ഇതിലൊരു തീരുമാനമെടുത്തേ പറ്റൂ. ലോകത്തെ ഇങ്ങനെ പട്ടിണിക്കിടാൻ ഒരു രാഷ്ട്ര ഭരണാധികാരിക്കും അവകാശമില്ല. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ എന്തെങ്കിലും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും.